ഹലോ, വെൽക്കം ബാക്ക്. അൽ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഓൺലൈൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും വളരെ സുന്ദരമായി നമ്മുടെ ക്ലാസ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്കൂളിലെ വ്യത്യസ്തമായ പരിപാടികൾ ഒക്കെ നടത്തി, എസ്പെഷ്യലി നമ്മുടെ നബിദിനാഘോഷങ്ങളൊക്കെ എല്ലാവരും അവരവരുടെ രൂപത്തിൽ അവസാനിക്കുന്നുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് ഇംഗ്ലീഷിൽ നമുക്ക് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യും അല്ലെങ്കിൽ അവൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും എന്ന് ഇംഗ്ലീഷിൽ പറയേണ്ടത് ഇങ്ങനെയാണ്. ഉദാഹരണത്തിന്, ഞാൻ നാളെ വരും, ഞാൻ പഠിക്കും, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ അടുത്ത തിങ്കളാഴ്ച വരും, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും, ഞാൻ അവനെ വിളിക്കും, തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനത്തെ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ചു. ഇത് സിമ്പിളാണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇംഗ്ലീഷിൽ ഏതൊരു വാക്ക് എന്ന് പറഞ്ഞാൽ വേർബ് എന്ന് പറയും, പ്രവർത്തനങ്ങൾ, അതിൻ്റെ മുമ്പിലും വിൽ എന്ന് നമ്മൾ വെച്ചു കൊടുത്താൽ ചെയ്യും എന്നർത്ഥം കിട്ടും. ഉദാഹരണത്തിന്, ഐ വിൽ കം, ഞാൻ വരും, ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കും, ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും, തുടങ്ങിയ സംഭവങ്ങൾ. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു പാട്ട് പാടിയിരുന്നു, ഓർമ്മ ഉണ്ടായിരുന്നു. ഐ വിൽ കം, ഞാൻ വരും, ഐ വിൽ ഗോ, ഞാൻ പോകും, ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും, ഐ വിൽ റീഡ്, ഞാൻ വായിക്കും, ഐ വിൽ റൺ, ഞാൻ ഓടും, ഐ വിൽ ജമ്പ്, ഞാൻ ചാടും. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയിട്ട് പാട്ടൊക്കെ പാടാം. അപ്പോൾ ചെയ്യും എന്നുള്ളതിന് വിൽ എന്ന് വെക്കുന്നു, ശേഷം നമ്മൾ ഏത് വാക്കാണോ അത് ഉപയോഗിക്കും. റൈറ്റ്? സോ ഞാൻ നിർത്തും, ഐ വിൽ സ്റ്റോപ്പ്, ഞാൻ തുടങ്ങും, ഐ വിൽ സ്റ്റാർട്ട്, ഞാൻ വരും, ഐ വിൽ കം. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.